മൂകാംബിക ക്ഷേത്രത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വി ഡി സതീശൻ ഒരു യാത്ര നടത്തിയിരുന്നു. ആ യാത്ര നടത്തിയത് സഫ്രോൺ സ്ട്രോക്ക് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ വിമാനത്തിലാണ്. ആ വിമാനത്തിന് വരുന്ന ചാർജ് എന്ന് പറയുന്നത് മണിക്കൂറിൽ അവരുടെ വെബ്സൈറ്റിൽ തന്നെ കിടക്കുന്നത് 1.5 ലക്ഷം രൂപ മുതൽ 4.5 ലക്ഷം രൂപ വരെയുള്ള ചാർജാണ്. പുള്ളി രാവിലെ 8:30 അങ്ങോട്ട് എത്തി, വൈകുന്നേരം 5:30 ഇങ്ങോട്ട് തിരിച്ച് വരികയും ചെയ്തു പോന്നു. അപ്പൊ അതിനിടയിൽ പുള്ളി ഒരാളെ കണ്ടിരുന്നു. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കർണാടകയിലെ അദാനിയുടെ ഗ്രൂപ്പ് പ്രസിഡന്റും അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് ഡയറക്ടറും അതുപോലെ ഗ്രൂപ്പ് പ്രസിഡന്റുമായിട്ടുള്ള ഒരാളെ പുള്ളി കണ്ടിരുന്നു. കിഷോർ ആലുവ എന്ന് പറയുന്ന ഒരാളെ കണ്ടിരുന്നു, ചെറുതായിട്ടൊരു മീറ്റ് ചെയ്തു. അപ്പൊ ഈ കിഷോർ ആലുവനെ എന്തിനാണ് കണ്ടത്, പുള്ളി എന്തിനാണ് ഈ 10-25 ലക്ഷം രൂപ കൊടുക്കി ഇത്രയും വലിയൊരു യാത്ര മംഗലാപുരത്തേക്ക് നടത്തിയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവിടെ പുള്ളി കണ്ടിട്ടുള്ള വേറെ ഈ നേതാക്കന്മാരുണ്ട്. എൻ ഡി എയുടെ നേതാക്കന്മാരാണ് അവര്, ജനതാദളിന്റെയൊക്കെ നേതാക്കന്മാരാണ്. ഇദ്ദേഹം പറയുന്നത് അത് നമ്മുടെ ആര്യാടൻ മുഹമ്മദിന്റെയൊക്കെ ബന്ധു ആയതുകൊണ്ട് ഞാൻ കണ്ടാണെന്നാണ് പറയുന്നത്. അപ്പൊ പുള്ളിയുടെ ന്യായീകരണം കേട്ടിട്ടാണ് ഞാൻ നമ്പരെന്ന് പോയത്. പുള്ളി പറയുന്നത് വെച്ചാൽ ഈ കിഷോർ ആൽവനെ എങ്ങനെ കണ്ടത്, എന്താണ് മറ്റേ അദാനിയുടെ ഗ്രൂപ്പ് പ്രസിഡന്റിനെ കാണാൻ കാര്യമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും പുള്ളി പറയണത് അത് ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ടാണ്. അപ്പൊ ജസ്റ്റ് വിളിച്ചപ്പോ പുള്ളി സതീശൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഇങ്ങോട്ട് വന്ന് കണ്ടാണെന്നാണ്. അതായത് അദാനിയുടെ കർണാടകയിലെ എക്സിക്യൂട്ടീവ് ഡയറക്ടറും ഗ്രൂപ്പ് പ്രസിഡന്റും ആ കലിക്കയിൽ വർത്താനം പറഞ്ഞിരിക്കണായിരുന്നു. വിളിച്ചപ്പോ എന്ത് ചെയ്ത്, ഞാനിവിടെ ഉണ്ടാ, അപ്പൊ നീ ഇവിടെ ഉണ്ടാ, എന്നാ വാന്ന് പറഞ്ഞു വന്നാന്ന് പറയണ. ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ പ്രജിത എന്നെ കുറിച്ചോ അല്ലെങ്കിൽ വേറെ എക്സിനെ കുറിച്ചോ വൈനെ കുറിച്ചോ ഒക്കെ സത്യം പറഞ്ഞാൽ ഞാൻ പറയാം, ഇപ്പൊ എന്നെ കുറിച്ച് പോലും ഒരാൾ അങ്ങനെ പറയില്ല. അതായത് വഴിയിൽ നിൽക്കണ്ടേ അപ്പൊ ഓക്കെ വന്നെന്ന് പറഞ്ഞ് കണ്ടെന്ന് പറയുമോ. ഇതൊക്കെ നമ്മളൊരു 10ാം ക്ലാസ്സിലോ 12ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഗ്രാജുവേഷൻ ഒക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് പറയാം, എടാ ഞാൻ അവിടെ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ നീ അവിടെ ഉണ്ട്, എന്നാ നീ എടാ നമ്മുടെ രണ്ടുപേരും കൂടി ബിനുവിന്റെ വീട്ടിലേക്ക് പോകാന്ന് പറയൂലേ. അതുപോലെ ബിനുവിന്റെ വീട്ടിലേക്ക് വന്നു മഞ്ഞ് വന്നാന്ന് പറഞ്ഞു. അതായത് ഈ എക്സിക്യൂട്ടീവ് പ്രസിഡന്റ് എന്ത് ചെയ്യണായിരുന്നു, കിഷോർ ആലുവ ദിങ്ങന ജംഗ്ഷനിലേക്ക് ഇരുന്നു. അപ്പൊ ഒരു കോള് തന്നെ വേദന എടുത്തിട്ട് പുള്ളി ഒരാളെ എവിടെ ഉണ്ട് എടാ സതീശനോട് ഇവിടെ നമ്മുടെ കേരള മുഖ്യമന്ത്രി നമ്മളെ സതീശല്ലേ, സതീശനോട് അന്നേ അവിടെ എത്തിടാ എന്ന് പറഞ്ഞാൽ പുള്ളിയൊക്കെ ചെന്ന് എന്നിട്ട് രണ്ടുപേരും കൂടി ഒരുമിച്ച് എന്ത് ചെയ്ത് ചായ കുടിച്ചിട്ട് പോകുന്നെന്നാണ് പുള്ളി പറയണത്. ഒന്ന് ആലോചിച്ച് നോക്കി. ഇതൊക്കെ കേട്ട് നമ്മുടെ ഇവിടെയുള്ള ആളുകൾ ഇരിക്കണേ. പിന്നെ ഏറ്റവും വലിയ നമ്മുടെ മീഡിയനെ സമ്മതിക്കണ്ടേ, ഇതേവരെ ഒരു ചോദ്യം പോലും ഇതുമായി ബന്ധപ്പെട്ട് പുള്ളിയെടുത്ത് ചോദിച്ചിട്ടില്ല. നിങ്ങൾ എന്തിനാണ് മംഗലാപുരം വരെ ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റിൽ ഒറ്റക്ക് മൂകാംബിക ദർശനത്തിന് വേണ്ടി ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റ് എടുത്ത് പോയത് എന്തിനാണ്? മിനിമം 20-25 ലക്ഷം രൂപ വരും. ആരാണ് ഇതിന്? പിന്നെ ഇത് കൂടാതെ കൊള്ള കേസിൽ മറ്റേ SIT ചോദ്യം ചെയ്തിട്ടുള്ള രജികുമാർ ആ കൂടെ ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ ഒപ്പം യാത്ര ചെയ്യാൻ. ഈ പണം മുടക്കിയത് ആരാണ്? ഇത് പോയേക്കണത് 1-ാം തീയതിയാണെന്ന് ആലോചിക്കണം. അപ്പോഴാണ് ഇവിടെ 19-ാം തീയതി പുള്ളി അധികാരത്തിലേറാൻ പോണതിന്റെ ധൈര്യമായിട്ട് തൊട്ടടുത്ത ദിവസങ്ങളിൽ ബിഡ് പൊട്ടിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, 3400 കോടി രൂപ ടെക്നിക്കൽ ബിഡ് പൊട്ടിച്ച് കൊടുക്കുന്ന ഒരു ബന്ധം ഉണ്ടാവൂല.